കൃഷി അറിവുകൾ കിരീടം കുട്ടനാട് FM 90.0 കർഷകന്റെ റേഡിയോ. FACT കാർഷിക. ഈ പരിപാടിയുടെ സഹകരണം ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കल्स ട്രാവൻകൂർ ലിമിറ്റഡ്, ഉദ്യോഗമണ്ഡൽ, എറണാകുളം. लेकिन मैं किसान भाई बहनों को भी कहूंगा कि आपको भी मेरी मदद करनी होगी, और वो मेरी मदद है इतना ही नहीं, मेरे किसान भाई बहन आपकी भी मदद है, और वो है ये धरती माता को बचाना. हम धरती माता को अगर नहीं बचाएंगे तो यूरिया की कितने ही थैले डाल दे, ये धरती मां हमें कुछ नहीं देगी. और इसलिए जैसे शरीर में बीमारी हो जाए तो दवाई भी हिसाब से लेनी पड़ती है. 2 गोली की जरूरत है, 4 गोली खा लें तो शरीर को फायदा नहीं, नुकसान हो जाता है. वैसा ही ये धरती मां को भी अगर हम जरूरत से ज्यादा, पड़ोस वाला ज्यादा बोरी डालता है इसलिए मैं भी बोरी डाल दूं, इस प्रकार से अगर करते रहेंगे तो ये धरती मां हमसे रूठ जाएगी. यूरिया खिला खिला करके हमें धरती माता को मारने का कोई हक नहीं है. ये हमारी मां है, हमें उस मां को भी बचाना है. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FACT ഉദ്യോഗമണ്ഡൽ, എറണാകുളം. പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, രാസവളങ്ങളുടെ, പ്രധാനമായും യൂറിയയുടെ അഭാവത്തെക്കുറിച്ച് ദിനംപ്രതി വാർത്താ മാധ്യമങ്ങളിലും മറ്റും വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ശരിക്കും ഈ ഒരു അളവിൽ യൂറിയയുടെ ആപ്ലിക്കേഷൻ നമ്മുടെ മണ്ണുകൾക്ക് വേണോ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. യൂറിയയുടെ അമിത ഉപയോഗം വിളകൾക്കും മണ്ണിനും പരിസ്ഥിതിക്കും മനുഷ്യന്റെ ആരോഗ്യത്തിനും ദോഷകരമാണ്. ഫോസ്ഫറസ്, പൊട്ടാസ്യം തുടങ്ങിയ മറ്റ് നിർണായക പോഷകങ്ങളെ സന്തുലിതമാക്കാതെ നൈട്രജനു വേണ്ടി യൂറിയയെ അമിതമായി ആശ്രയിക്കുന്നതാണ് അമിത പ്രയോഗത്തിന് പലപ്പോഴും കാരണം. ഇത് ചെടികൾക്ക് കേടുപാടുകൾ വരുത്താനും വിളവ് കുറയ്ക്കാനും വെള്ളവും വായുവും മലിനമാക്കാനും ഇടയാക്കും. മറ്റു രാസവളങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ യൂറിയയുടെ വില പലപ്പോഴും കുറവാണ്. ഒരു ബാഗിന് 266 രൂപ എന്നത് പലപ്പോഴും കുറവാണ് എന്ന ഒറ്റൊരു ഘടകം വെച്ച് മാത്രമാണ് നമ്മൾ പലപ്പോഴും യൂറിയയെ ഇത്രയധികം ഉപയോഗിക്കുന്നത്. യൂറിയ എന്ന് പറയുന്നത് ഒരു സ്ട്രൈറ്റ് ഫെർട്ടിലൈസറാണ്. അതായത് നൈട്രജൻ എന്ന് പറയുന്ന ഒരു മൂലകം മാത്രമാണ് ഇത് സസ്യത്തിന് പ്രദാനം ചെയ്യുന്നത്. ഈ നൈട്രജൻ പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂറിയയെ മാത്രം ആശ്രയിക്കേണ്ട ഒരു സാഹചര്യമില്ല. അനവധി സോഴ്സുകളിൽ നിന്ന് നമുക്ക് ഈ നൈട്രജൻ ലഭ്യമാവുന്നതാണ്. മറ്റു രാസവളങ്ങളായ NPK അടങ്ങിയിരിക്കുന്ന കോംപ്ലക്സ് വളങ്ങൾ, ഓർഗാനിക് വളങ്ങൾ, നാനോ വളങ്ങൾ, ബയോ ഫെർട്ടിലൈസേഴ്സ് ഇവയിലെല്ലാം തന്നെ ചെടിക്ക് ആവശ്യമായ രീതിയിൽ നൈട്രജന്റെ അളവ് അടങ്ങിയിട്ടുണ്ട്. അമിതമായ യൂറിയ വളപ്രയോഗം മൂലം സസ്യങ്ങളെ ബാധിക്കുന്ന ദോഷങ്ങൾ. അമിതമായ യൂറിയയിലെ ഉയർന്ന ഉപ്പിന്റെ അളവ് മണ്ണിന്റെ ഓസ്മോട്ടിക് മർദ്ദം വർദ്ധിപ്പിക്കുന്നു. ഇത് വെള്ളത്തിന്റെ ഒഴുക്കിനെ വിപരീത ദിശയിലാക്കുകയും ചെടിയുടെ വേരുകൾക്ക് നിർജ്ജലീകരണം സംഭവിക്കുകയും ചെയ്യുന്നു. സസ്യങ്ങളുടെ വേരുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാനും നശിക്കാനും സാധ്യതയാണ്. ഉയർന്ന അളവിലുള്ള യൂറിയ പ്രത്യേകിച്ച് വിത്തുകൾക്കോ വേരുകൾക്കോ സമീപം വെക്കുമ്പോൾ വിഷാംശമുള്ളതും ചെടിയെ നശിപ്പിക്കുന്നതുമാവാം. യൂറിയ മണ്ണിൽ ശരിയായ രീതിയിൽ ചേർത്തില്ലെങ്കിൽ അത് വിഷാംശമുള്ള അമോണിയവാതകമായി മാറും. ഇത് തൈകൾക്കും ഇളം ചെടികൾക്കും ദോഷകരമാണ്. അമിതമായ നൈട്രജൻ ഇലകളുടെ സമൃദ്ധമായ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നു. എന്നാൽ ഇത് ദുർബലമായ തണ്ടുകൾ, പൂവിടാൻ കാലതാമസം, നിലവാരം കുറഞ്ഞ വിളവ് എന്നിവയ്ക്ക് കാരണമാകും. അമിതമായ യൂറിയ ഉപയോഗം വിളകളെ കീടങ്ങൾക്കും രോഗങ്ങൾക്കും കൂടുതൽ ഇരയാക്കുന്നു. അതുപോലെ തന്നെ അമിതമായ യൂറിയ ഉപയോഗം മൂലം മണ്ണിനെ ബാധിക്കുന്ന ദോഷങ്ങൾ. യൂറിയയുടെ വിഘടനം ഹൈഡ്രജൻ അയോണുകളെ പുറത്തുവിടും. ഇത് കാലക്രമേണ മണ്ണിന്റെ pH കുറയ്ക്കുന്നു. ഈ വർദ്ധിച്ച അമ്ലത്വം മറ്റ് അവശ്യ പോഷകങ്ങളുടെ ലഭ്യത കുറയ്ക്കുകയും മണ്ണിരകളെ പോലെയുള്ള ഗുണകരമായ സൂക്ഷ്മാണുക്കൾക്ക് ഹാനികരമാവുകയും ചെയ്യുന്നു. യൂറിയയുടെ അമിത ഉപയോഗം നൈട്രജൻ മാത്രമേ നൽകുന്നുള്ളൂ. ഇത് ഫോസ്ഫറസ്, പൊട്ടാഷ്യം, മറ്റ് സൂക്ഷ്മ പോഷകങ്ങൾ എന്നിവയുടെ കുറവിന് കാരണമാകുന്നു. മണ്ണിന്റെ ഈ അസന്തുലിതമായ ഘടന ചെടിയുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെ തകരാറിലാക്കുന്നു. യൂറിയയുടെ അമിത പ്രയോഗം മണ്ണിന്റെ ജൈവവസ്തുക്കളുടെ വിഘടനം വേഗത്തിലാക്കുന്നു. ഇത് മണ്ണിന്റെ കാർബൺ അളവ് കുറക്കുന്നു. മണ്ണിന്റെ ഘടന, വായുസഞ്ചാരം, ജലം നിലനിർത്താനുള്ള ശേഷി എന്നിവയെ പ്രതികൂലമായി ബാധിക്കുന്നു. ചില സൂക്ഷ്മജീവികൾക്ക് വളരാൻ യൂറിയ സഹായിക്കുമെങ്കിലും അമിതമായ യൂറിയ മറ്റുള്ളവയെ അടിച്ചമർത്തുന്നു. ഇത് പോഷകങ്ങളെ ചംക്രമണം ചെയ്യാനും രോഗങ്ങളെ ചെറുക്കാനുമുള്ള മണ്ണിന്റെ സ്വാഭാവിക ശേഷിയെ ദോഷകരമായി ബാധിക്കുന്നു. വരണ്ട പ്രദേശങ്ങളിലോ നീർവാർച്ച കുറഞ്ഞ മണ്ണിലോ യൂറിയയുടെ ആവർത്തിച്ചുള്ള ഉപയോഗം ഉപ്പ് അടിഞ്ഞുകൂടാൻ കാരണമാകും.
ഇത് വെള്ളം വലിച്ചെടുക്കാനുള്ള ചെടികളുടെ കഴിവിനെ തടസ്സപ്പെടുത്തുന്നു. പരിസ്ഥിതിയെ ബാധിക്കുന്ന ദോഷങ്ങൾ. നൈട്രസ് ഓക്സൈഡ്, അമോണിയ എന്നിവയുടെ ഉത്പാദനത്തിന് യൂറിയ കാരണമാകുന്നു. ഇത് ഹരിതഗൃഹ വാതകങ്ങളുടെ ഉറവിടമാണ്. നൈട്രസ് ഓക്സൈഡ് ഒരു ശക്തമായ ഹരിതഗൃഹ വാതകമാണ്. ഇത് ഓസോൺ പാളിയുടെ കുറവിനും കാലാവസ്ഥാ വ്യതിയാനത്തിനും കാരണമാകുന്നു. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. മണ്ണിന്റെ ആരോഗ്യവും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിനായി വളങ്ങളുടെ സന്തുലിതവും വിവേകപൂർണമായ ഉപയോഗം ഇന്ത്യ ഗവൺമെന്റ് സജീവമായി പ്രോത്സാഹിപ്പിക്കുന്നു. 2014 മുതൽ മണ്ണിന്റെ ആരോഗ്യവും ഫലപുഷ്ടിയും സംബന്ധിച്ച പദ്ധതി സംസ്ഥാനങ്ങളെ സംയോജിത പോഷക മാനേജ്മെന്റ് അഥവാ ഇന്റഗ്രേറ്റഡ് ന്യൂട്രിയൻ മാനേജ്മെന്റ് നടപ്പാക്കുന്നതിൽ സഹായിക്കുന്നു. ദ്വിതീയ സൂക്ഷ്മ പോഷകങ്ങൾ, ജൈവവളങ്ങൾ, ജീവാണുവളങ്ങൾ എന്നിവയ്ക്കൊപ്പം രാസവളങ്ങളുടെ യുക്തിസഹമായ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നു. മണ്ണിന്റെ പോഷക നിലവാരത്തെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങളും മണ്ണിന്റെ ഫലപുഷ്ടത മെച്ചപ്പെടുത്തുന്നതിന് ഉചിതമായ പോഷക അളവുകളെക്കുറിച്ചുള്ള ശുപാർശകളും സോയിൽ ഹെൽത്ത് കാർഡ് പരിപാടി കർഷകർക്ക് നൽകുന്നു. ഈ പദ്ധതി പ്രകാരം 25 കോടിയിലധികം സോയിൽ ഹെൽത്ത് കാർഡുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലുടനീളം 93,781 കർഷക പരിശീലനങ്ങൾ, 6.8 ലക്ഷം പ്രദർശനങ്ങൾ, 7,425 കർഷക മേളകൾ, മണ്ണിന്റെ ആരോഗ്യ കാർഡ് ശുപാർശകൾ പ്രോത്സാഹിപ്പിക്കുന്ന ക്യാമ്പയിനുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. പോഷക പരിപാലനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി 1985 വളപ്രയോഗ നിയന്ത്രണ ഉത്തരവ് പ്രകാരം ജൈവവളങ്ങൾ, ജീവാണുവളങ്ങൾ, എണ്ണ ശുദ്ധീകരിച്ച കേക്ക്, ജൈവ കാർബൺ എൻഹാൻസറുകൾ, നാനോ വളങ്ങൾ തുടങ്ങിയ ഇതര വളങ്ങൾ സർക്കാർ വിജ്ഞാപനം ചെയ്തിട്ടുണ്ട്. പരമ്പരാഗത കൃഷി വികാസ് യോജന പോലുള്ള പദ്ധതികളിലൂടെയാണ് ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നത്. 3 വർഷത്തേക്ക് ഒരു ഹെക്ടറിന് 31,500 രൂപ സാമ്പത്തിക സഹായം നൽകുന്നു. വടക്കുകിഴക്കൻ മേഖലയ്ക്കുള്ള മിഷൻ ഓർഗാനിക് മൂല്യ ശൃംഖല വികസനം 3 വർഷത്തേക്ക് ഒരു ഹെക്ടറിന് 46,500 രൂപ, ജൈവ ഉൽപാദനത്തിന് 15,000 രൂപ നേരിട്ടുള്ള ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. ചെയ്യുന്നു. പ്രിയ സുഹൃത്തുക്കളെ, കൃഷിക്ക് മുമ്പ് മണ്ണ് പരിശോധന നടത്തണമെന്നുള്ളത് നമുക്കെല്ലാം സർവ്വസാധാരണമായി അറിയുന്ന ഒരു വസ്തുതയാണ്. പക്ഷേ സങ്കടകരമായ ഒരു വസ്തുത ഭൂരിഭാഗം കർഷകരും ഇന്നും ഇത് പ്രായോഗികമായി ചെയ്യുന്നില്ല എന്നതാണ്. നമ്മൾ രക്തം പരിശോധിക്കാതെ മരുന്ന് കഴിക്കുമോ? ഇല്ല. പക്ഷെ മണ്ണിന്റെ കാര്യത്തിൽ നമ്മളത് ചെയ്യുന്നു. കടക്കാരൻ പറയുന്ന വളമോ അയൽവാസി ഉപയോഗിക്കുന്ന വളമോ വാരിയിടുന്നത് വഴി മണ്ണിനെ നമ്മൾ ശ്വാസം മുട്ടിക്കുകയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ മണ്ണ് പരിശോധനയിൽ നിന്ന് ഇങ്ങനെ വിട്ടുനിൽക്കുന്നത്? എടുക്കാനുള്ള മടി കൊണ്ടാണോ? അതോ ലാബിൽ പോകാനുള്ള ദൂരം കൊണ്ടാണോ? അതോ അത് ഫലം വരാൻ വൈകിയെന്നുള്ളത് കൊണ്ടാണോ? നമുക്ക് ചർച്ച ചെയ്യാം. മണ്ണ് പരിശോധനയിലെ ശാസ്ത്രീയ വശങ്ങൾ മാത്രമല്ല, മറിച്ച് എന്തുകൊണ്ട് നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങളുടെ മണ്ണ് പരിശോധിക്കണം എന്നതിനെക്കുറിച്ചും അതിലെ തടസ്സങ്ങൾ എങ്ങനെ ലളിതമായി മറികടക്കാം എന്നതിനെക്കുറിച്ചുമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മണ്ണ് അറിഞ്ഞു കൃഷി ചെയ്താൽ മാത്രമേ കൃഷി ലാഭകരമാകൂ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കൃഷി എന്ന് പറയുന്നത് ഒരു ഭാഗ്യം പരീക്ഷിക്കലല്ല, അതൊരു ശാസ്ത്രമാണ്. ആ ശാസ്ത്രത്തിന്റെ ആദ്യ പടി മണ്ണ് പരിശോധന എന്നുള്ളതാണ്. നമ്മുടെ കേരളത്തിലെ മണ്ണ് ലോകത്തെ മറ്റു പല ഭാഗങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. അസിഡിറ്റി അഥവാ അമ്ലത്വം. കേരളത്തിലെ 90% മണ്ണും അമ്ല സ്വഭാവമുള്ളവയാണ്. കനത്ത മഴ പെയ്യുമ്പോൾ മണ്ണിലെ കാൽസ്യം, മഗ്നീഷ്യം തുടങ്ങിയ മൂലകങ്ങൾ ഒലിച്ചു പോകുന്നതാണ് ഇതിന്റെ പ്രധാന കാരണം. പോഷകങ്ങളുടെ അസന്തുലിതാവസ്ഥ. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം എന്നിവ നമ്മൾ ധാരാളം നൽകുന്നുണ്ടെങ്കിലും ബോറോൺ, സിങ്ക് തുടങ്ങിയ സൂക്ഷ്മ മൂലകങ്ങളുടെ കുറവ് ഇന്ന് വിളവിനെ കാര്യമായി ബാധിക്കാറുണ്ട്. അതുപോലെ മണ്ണിലെ pH മൂല്യം അറിയുക, ലഭ്യമായ പോഷകങ്ങളുടെ അളവ് തിട്ടപ്പെടുത്തുക, മണ്ണിലെ വിഷാംശങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക എന്നിവയാണ് മണ്ണ് പരിശോധനയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. മണ്ണ് പരിശോധനയുടെ ആദ്യത്തെ സ്റ്റെപ്പാണ് മണ്ണ് സാമ്പിൾ ശേഖരണം എന്നുള്ളത്. ശാസ്ത്രീയമായ രീതി എങ്ങനെയാണെന്ന് നോക്കാം. പലപ്പോഴും കർഷകർ വരുത്തുന്ന വലിയ തെറ്റ് മണ്ണ് എടുക്കുന്ന രീതിയിലാണ്. തെറ്റായ സാമ്പിൾ തെറ്റായ ഫലമേ നൽകും. മണ്ണ് സാമ്പിൾ എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഒരേ ചരിവും ഒരേ തരം വിളയുമുള്ള ഒരു പറമ്പിനെ ഒരു യൂണിറ്റായി കണക്കാക്കാം. ഒരു ഹെക്ടറിൽ നിന്ന് കുറഞ്ഞത് 10-15 ഇടങ്ങളിൽ നിന്നെങ്കിലും സാമ്പിൾ ശേഖരിക്കണം. ഈ സാമ്പിൾ ശേഖരിക്കേണ്ടത് ഒരു നേർരേഖയിൽ നിന്ന് ശേഖരിക്കരുത്, മറിച്ച് ഒരു സിഗ്സാഗ് മാനറിൽ
പറമ്പിന്റെ എല്ലാ വശവും എല്ലാ സൈഡുകളും കവറാവുന്ന രീതിയിൽ വേണം മണ്ണുകൾ ശേഖരിക്കാൻ. മണ്ണ് എടുക്കുമ്പോൾ ഉപരിതലത്തിലെ കരിയിലകളും പുല്ലും എല്ലാം മാറ്റുക. എന്നിട്ട് വി ആകൃതിയിൽ ഒരു കുഴി എടുക്കുക. അതിന്റെ വശങ്ങളിൽ നിന്ന് ഏകദേശം 2 സെന്റിമീറ്റർ കനത്തിൽ മണ്ണ് മുകളിൽ നിന്ന് താഴെ വരെ ചെത്തിയെടുക്കുക. മണ്ണ് ശേഖരിക്കേണ്ട ആഴം വിളകൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഉദാഹരണത്തിന് തെങ്ങ്, കവുങ്ങ് തുടങ്ങിയ വിളകൾക്ക് 30 മുതൽ 60 സെന്റിമീറ്റർ ആഴത്തിലും നെല്ല്, പച്ചക്കറി എന്നിവയ്ക്ക് 15 മുതൽ 20 സെന്റിമീറ്റർ ആഴത്തിലും വേണം സാമ്പിൾ എടുക്കാൻ. ഇങ്ങനെ ശേഖരിച്ച മണ്ണ് നമ്മൾ മിക്സിംഗ് ചെയ്യണം. ക്വാർട്ടറിംഗ് മെത്തേഡാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ശേഖരിച്ച എല്ലാ മണ്ണും ഒരു പ്ലാസ്റ്റിക് ഷീറ്റിലിട്ട് നന്നായി ഇളക്കുക. അതിനെ ഒരു വട്ടമാക്കി 4 ഭാഗിക്കുക. അതിൽ എതിർവശങ്ങളിലുള്ള 2 ഭാഗങ്ങൾ ഒഴിവാക്കുക. വീണ്ടും ബാക്കിയുള്ളവ കലർത്തി 4 ഭാഗിക്കുക. വീണ്ടും എതിർ സൈഡിലുള്ള 2 വശങ്ങൾ ഒഴിവാക്കുക. ഇത് ഏകദേശം 500 ഗ്രാം മണ്ണ് കിട്ടുന്നത് വരെ തുടർന്ന് കൊണ്ടിരിക്കണം. അതുപോലെ തന്നെ മണ്ണ് ശേഖരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് രാസവളങ്ങൾ ഇട്ട ഉടനെ മണ്ണ് സാമ്പിൾ എടുക്കരുത് എന്നുള്ളത്. കാരണം ഇത് നമ്മുടെ മണ്ണിന്റെ റിസൾട്ടിനെ പ്രതികൂലമായി ബാധിക്കും. അതുപോലെ മഴ നനഞ്ഞ ഉടനെയും, അതായത് നനഞ്ഞ മണ്ണാണെങ്കിൽ തണലിത്തിട്ട് ഉണക്കിയ ശേഷം മാത്രമേ ലാബിൽ എത്തിക്കാവൂ. ഇങ്ങനെ മണ്ണ് പരിശോധന നടത്തി അതിനുശേഷം നമുക്ക് കിട്ടുന്ന റിസൾട്ടാണ് സോയിൽ ഹെൽത്ത് കാർഡ് എന്ന് പറയുന്നത്. ലാബിൽ നിന്നും കിട്ടുന്ന റിപ്പോർട്ടിൽ പ്രധാനമായും 12 ഘടകങ്ങൾ ഉണ്ടാകാം. അവ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. ഫസ്റ്റ് ഘടകം pH, അതായത് അസിഡിറ്റി എത്ര ഉണ്ടെന്ന് നോക്കുന്നതാണ്. ഇത് 6.5-നും 7.5-നും ഇടയിലാണെങ്കിൽ ഉത്തമമാണ്. 5.5-ന് താഴെയാണെങ്കിൽ കുമ്മായം അല്ലെങ്കിൽ ഡോളമൈറ്റ് ചേർത്ത് അമ്ലത്വം കുറയ്ക്കണം. കേരളത്തിലെ മിക്ക മണ്ണിലും അമ്ലത്വം ഉള്ളത് കൊണ്ട് തന്നെ കുമ്മായത്തിന്റെ ഉപയോഗം വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത വളരെ അത്യാവശ്യമാണ്. മറ്റൊന്ന് EC അഥവാ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, മണ്ണിലെ ലവണാംശത്തെ സൂചിപ്പിക്കുന്നു. EC മണ്ണിൽ കൂടുകയാണെങ്കിൽ ചെടിയിലൂടെ വേരുകൾ വെള്ളം വലിച്ചെടുക്കാൻ പ്രയാസമാകും. മറ്റൊന്നാണ് ഓർഗാനിക് കാർബൺ. ഇത് 0.5% മുകളിൽ വേണം. കുറവാണെങ്കിൽ ചാണകം, കമ്പോസ്റ്റ് തുടങ്ങിയ ജൈവവളങ്ങൾ കൂടുതൽ ചേർക്കണം. FACTയുടെ തന്നെ വിവിധങ്ങളായ ഓർഗാനിക് വളങ്ങൾ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. ഫാക്ട് ഓർഗാനിക് എന്ന പേരിൽ വരുന്ന സിറ്റി കമ്പോസ്റ്റ്, ഫാക്ട് ഓർഗാനിക് പ്ലസ് എന്ന പേരിൽ വരുന്ന ഓർഗാനിക് മാന്യൂർ, ഇതുകൂടാതെ PDM, പൊട്ടാഷ് ഡിറൈവ്ഡ് ഫ്രം മൊളാസസ്, പ്രോം, ഫോസ്ഫേറ്റ് റിച്ച് ഓർഗാനിക് മാന്യൂർ, അതുപോലെ ഫെർമെന്റഡ് ഓർഗാനിക് മാന്യൂർ, FOM, ഫാക്ട് FOM, ഇവയെല്ലാം ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. സൂക്ഷ്മ മൂലകങ്ങൾ, മൈക്രോ ന്യൂട്രിയൻസ്, NPK വളങ്ങൾ മതിയായ അളവിൽ നമ്മൾ കൊടുക്കാറുണ്ടെങ്കിലും പലപ്പോഴും നമ്മൾ മാറ്റി നിർത്തുന്ന ഒന്നാണ് സൂക്ഷ്മ മൂലകങ്ങൾ. കുറഞ്ഞ അളവിലാണെങ്കിലും ഇവയുടെ ലഭ്യത ചെടികളിൽ വളരെ അത്യാവശ്യമാണ്. പലതരം സൂക്ഷ്മ മൂലകങ്ങൾ ചെടികൾക്ക് അത്യാവശ്യമാണ്. സൾഫർ, സിങ്ക്, ബോറോൺ, ഇരുമ്പ്, മാംഗനീസ്, കോപ്പർ മുതലായവ. ഇവ വളരെ ചെറിയ അളവിൽ മാത്രമേ വേണ്ടുവെങ്കിലും ഇതിന്റെ കുറവ് വലിയ വിളനാശമുണ്ടാക്കും. ഉദാഹരണത്തിന് ബോറോൺ കുറഞ്ഞാൽ തെങ്ങിന്റെ മണ്ട വിരിയുകയില്ല. അതുപോലെ കശുവണ്ടിയിൽ കായ്ക്കൾ പിടിക്കില്ല. സോയിൽ ഹെൽത്ത് കാർഡിൽ ഇത് ഡെഫിഷ്യന്റ് എന്ന് കണ്ടാൽ കൃത്യമായ അളവിൽ ബോറോക്സ് ചേർത്ത് നൽകണം. പലപ്പോഴും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സൗജന്യമായി സോയിൽ ഹെൽത്ത് കാർഡുകൾ വിതരണം ചെയ്യാറുണ്ട്. ഇത് വെറുതെ ഒരു അലമാരയിൽ വെക്കാനുള്ളതല്ല. ഓരോ തവണ വളം വാങ്ങാൻ പോകുമ്പോഴും ഈ കാർഡ് നിങ്ങളുടെ കൂടെ കരുതുക. വളം വിൽക്കുന്ന കടക്കാരനോടോ കൃഷി ഓഫീസറോടോ ഈ കാർഡ് കാണിച്ചു വേണം വളം വാങ്ങാൻ. FACTയും കർഷകർക്ക് താങ്ങായി ചിലവില്ലാതെ മണ്ണ് പരിശോധന ചെയ്തു നൽകുന്നതാണ്. നിങ്ങളുടെ അടുത്തുള്ള വളക്കടയുമായോ അല്ലെങ്കിൽ FACTയുമായോ ബന്ധപ്പെട്ട് ഇതിന്റെ സേവനം നിങ്ങൾക്ക് ലഭ്യമാക്കാവുന്നതാണ്. ഇനി നമുക്ക് കുട്ടനാടിന്റെ മണ്ണിൽ മണ്ണ് പരിശോധനയുടെ ആവശ്യകതയെക്കുറിച്ച് സംസാരിക്കാം. കുട്ടനാടിന്റെ മണ്ണ് നമ്മുടെ കേരളത്തിലെ മറ്റ് ഭാഗങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. സമുദ്രനിരപ്പിന് താഴെ കൃഷി ചെയ്യുന്ന ലോകത്തിലെ തന്നെ അപൂർവ സ്ഥലങ്ങളിൽ ഒന്നാണ് കുട്ടനാട്. സുഹൃത്തുക്കളെ, നമ്മൾ കുട്ടനാടിനെ കുറിച്ച് പറയുമ്പോൾ അത് വെറും ഒരു കൃഷിഭൂമിയല്ല, അത് പ്രകൃതിയോട് പൊരുതി നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മണ്ണിന്റെ സ്വഭാവം സങ്കീർണമാണ്. അസിഡിറ്റിയും pH മൂല്യവും. കുട്ടനാടിലെ ഭൂരിഭാഗം മണ്ണും കരിയ സോയിൽസ് ആണ്. ഇവയിൽ അസിഡിറ്റി വളരെ കൂടുതലാണ്. പലപ്പോഴും pH 3.5 മുതൽ 4.5 വരെ താഴാറുണ്ട്. ഇത്രയും കുറഞ്ഞ pH നിലയിൽ ചെടികൾക്ക് വളം വലിച്ചെടുക്കാൻ കഴിയില്ല. എത്ര വില കൂടിയ വളങ്ങൾ ഇട്ടാലും അത് മണ്ണിൽ വെറുതെ കിടക്കുകയേ ഉള്ളൂ. ഇതിന് പരിഹാരം എന്തെന്ന് വെച്ചാൽ മണ്ണ് പരിശോധനയിലൂടെ കൃത്യമായ അളവിൽ കുമ്മായം അല്ലെങ്കിൽ ഡോളമൈറ്റ് ചേർക്കുക എന്നുള്ളത് നിർബന്ധമാണ്. വെള്ളം വറ്റിച്ച ശേഷം ചെളി ഉണങ്ങുന്നതിന് മുൻപ് തന്നെ കുമ്മായം ചേർക്കുന്നത് അമ്ലത്വം കുറയ്ക്കാൻ സഹായിക്കും. ഉപ്പുരസം അഥവാ സലൈനിറ്റി, കടലിൽ നിന്നുള്ള ഉപ്പുവെള്ളം കയറുന്നത് കുട്ടനാടൻ കൃഷിയുടെ വലിയൊരു വെല്ലുവിളിയാണ്. മണ്ണ് പരിശോധനയിലെ EC അഥവാ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി മൂല്യം ശ്രദ്ധിക്കുക. ഉപ്പുരസം കൂടുതലാണെങ്കിൽ ശുദ്ധജലം ഉപയോഗിച്ച് പാടം കഴുകിക്കളയുന്ന ലീച്ചിങ് രീതി അവലംബിക്കണം. വിതയ്ക്കുന്നതിന് മുമ്പുള്ള മണ്ണ് പരിശോധന ഇതിന് സഹായിക്കും. ഇരുമ്പിന്റെയും അലുമിനിയത്തിന്റെയും അമിത സാന്നിധ്യം അഥവാ അയൺ ആൻഡ് അലുമിനിയം ടോക്സിസിറ്റി. കുട്ടനാട്ടിലെ മണ്ണിൽ ഇരുമ്പിന്റെ അംശം കൂടുതലാണ്. ചെടികളുടെ വേരുകളെ ദോഷകരമായി ബാധിക്കുകയും ഓലകൾ കരിയുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു. ശരിയായ രീതിയിലുള്ള നീർവാർച്ച സൗകര്യങ്ങൾ ഒരുക്കുന്നതും പൊട്ടാഷ് വളങ്ങൾ കൃത്യമായ ഇടവേളകളിൽ നൽകുന്നതും ഇതിന് പരിഹാരമാണ്. കുട്ടനാടിലെ വെള്ളപ്പൊക്കവും കനത്ത മഴയും കാരണം സിങ്ക്, മഗ്നീഷ്യം തുടങ്ങിയ മൂലകങ്ങൾ മണ്ണിൽ കുറവായിരിക്കും.
ഹെക്ടറിന് 20 കിലോ സിങ്ക് സൾഫേറ്റ് എന്ന കണക്കിൽ നൽകുന്നത് വിളവ് 15 മുതൽ 20% വരെ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഇത് മണ്ണ് പരിശോധനയിലൂടെ മാത്രമേ നമുക്ക് ഉറപ്പാക്കാൻ സാധിക്കുകയുള്ളൂ. കുട്ടനാട്ടിൽ ഓരോ കൃഷി ഇറക്കുന്നതിനു മുമ്പും നിങ്ങൾ മണ്ണ് പരിശോധിക്കണം. വർഷത്തിൽ 2 തവണ വെള്ളപ്പൊക്കം ഉണ്ടാക്കുന്ന സാഹചര്യത്തിൽ മണ്ണിന്റെ ഗുണനിലവാരം ഓരോ സീസണിലും മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ പഴയ കണക്കുകൾ വെച്ച് വളമിടുന്നത് നമ്മുടെ മണ്ണിൽ ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ ഇത്രയും സംസാരിച്ച കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ പ്രധാനമായും ഓർത്തിരിക്കേണ്ട 3 പ്രധാന കാര്യങ്ങൾ ഇവയാണ്. ചെടികൾക്ക് ഭക്ഷണം നൽകുന്ന വെറുമൊരു മാധ്യമമല്ല മണ്ണ്. അതിൽ കോടിക്കണക്കിന് സൂക്ഷ്മജീവികളുണ്ട്. അമിതമായ രാസവള പ്രയോഗം വഴി അവയെ കൊല്ലാതിരിക്കുക. മണ്ണ് പരിശോധന ശീലമാക്കുക. കൃഷി തുടങ്ങും മുമ്പ് മണ്ണ് പരിശോധിക്കുന്നത് ഒരു സംസ്കാരമായി മാറ്റുക. ഇത് നിങ്ങളുടെ പോക്കറ്റിലെ പണം ലാഭിക്കുമെന്നത് മാത്രമല്ല, മണ്ണിന്റെ ആരോഗ്യം നിലനിർത്തുകയും ചെയ്യും. നമ്മുടെ മുൻഗാമികൾ നമുക്ക് കൈമാറിയ ഈ ഭൂമി വിഷരഹിതമായും ഫലഭൂയിഷ്ടമായും നമ്മുടെ മക്കൾക്ക് കൈമാറാൻ നമുക്ക് ബാധ്യതയുണ്ട്. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. അടുത്തതായി FACTയിൽ നിന്ന് കർഷകർക്ക് ലഭിക്കുന്ന രാസവളങ്ങളും അതുപോലെ ജൈവവളങ്ങളെയും പറ്റി പരിചയപ്പെടാം. ഭാരത് NPK 20-20-013 ഫാക്ടംഫോസ്. ഫാക്ടിന്റെ സ്വന്തം ഉൽപ്പന്നമായ ഫാക്ടംഫോസ് ഇപ്പോൾ അതേ ഇരട്ട ആന ബ്രാൻഡ് ചിഹ്നത്തിൽ ഫാക്ടിൽ നിന്ന് ഭാരത് NPK 20-20-013 ആയി ലഭിക്കുന്നതാണ്. 5 പതിറ്റാണ്ടിലേറെയായി അതേ ഗുണമേന്മയിൽ കൊച്ചിയിലെ അമ്പലമേട് ഉദ്യോഗമണ്ഡലിൽ വളം നിർമ്മാണശാലയിൽ നിന്ന് ഈ ഉൽപ്പന്നം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. 60% അമോണിയം സൾഫേറ്റിന്റെയും 40% അമോണിയം ഫോസ്ഫേറ്റിന്റെയും രാസ സംയോജനമായ ഈ ഉൽപ്പന്നം സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ നൈട്രജൻ, ഫോസ്ഫറസ് എന്നീ 2 പ്രധാന പോഷകങ്ങൾ 20% വീതം നൽകുന്നു. കൂടാതെ ഇന്ത്യൻ മണ്ണിൽ നിർണായക മൂലകമായ സൾഫറും 13% വീതം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് ഗുണനിലവാരവും വിളവ് മെച്ചപ്പെടുത്തുന്നതിനും സഹായകരമാകുന്നു. നൈട്രജനും ഫോസ്ഫറസും രാസപരമായി കലർന്നതിനാൽ സമീകൃത പോഷണവും ഉപയോഗക്ഷമതയും വർദ്ധിക്കും. ഉൽപ്പന്നത്തിൽ ലഭ്യമാകുന്ന നൈട്രജൻ മൂലകം അമോണിയക്കൽ രൂപത്തിനായതിനാൽ ബാഷ്പീകരണം വഴി ഉണ്ടാകുന്ന പോഷകനഷ്ടം കുറയ്ക്കുകയും ഫോസ്ഫറസ് മൂലകം വെള്ളത്തിൽ ലയിക്കുന്നതിനാൽ വേരുകൾക്ക് പോഷകങ്ങൾ എളുപ്പത്തിൽ ആഗീകരണം ചെയ്യുവാനും സാധിക്കുന്നു. ഫാക്ടംഫോസ് അടിവളമായും മേൽവളമായും ഉപയോഗിക്കാം. ഭാരത് NPK 20.5-00-23 ഫാക്ട് അമോണിയം സൾഫേറ്റ് ഇപ്പോൾ അതേ ഇരട്ട ആന ബ്രാൻഡ് ചിഹ്നത്തിൽ FACTയിൽ നിന്ന് ഭാരത് NPK 20.5-00-23 എന്ന പേരിൽ ലഭ്യമാണ്. 6 പതിറ്റാണ്ടിലേറെയായി FACTയുടെ അതേ ഗുണമേന്മയിൽ കൊച്ചിയിലെ ഉദ്യോഗമണ്ഡലിൽ നിന്നാണ് ഈ ഉൽപ്പന്നം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഉൽപ്പന്നത്തിൽ 20.5% നൈട്രജനും 23% സൾഫറും അടങ്ങിയിരിക്കുന്നു. നൈട്രജനും സൾഫറും ചേർന്ന രാസമിശ്രിതമായ ഈ ഉൽപ്പന്നം ചെടികൾക്ക് ലഭിക്കുന്ന പോഷകങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. വളത്തിൽ അടങ്ങിയിരിക്കുന്ന സൾഫർ മൂലകം വിളകളുടെ വിളവും ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കും. കൂടാതെ സൾഫർ കീടങ്ങളെയും രോഗങ്ങളെയും വിളകളെ ബാധിക്കാതെ പ്രതിരോധിക്കുന്നു. നെല്ല്, വാഴ, കരിമ്പ്, പച്ചക്കറികൾ, കാപ്പി, തേയില, കുരുമുളക് തുടങ്ങിയ തോട്ടവിളകൾക്ക് അനുയോജ്യമായ വളമാണ് ഈ ഉൽപ്പന്നം. ഭാരത് NPK 20.5-00-23 വസ്തുതയിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജൻ അമോണിയക്കൽ രൂപത്തിനായതിനാൽ മണ്ണിൽ നിന്ന് ഒലിച്ചു പോകാതെയും ബാഷ്പീകരണം കുറയ്ക്കുകയും ചെയ്യുന്നു. അമോണിയം സൾഫേറ്റ് ഈർപ്പം ആഗീകരണം ചെയ്യുന്നില്ല, ആയതിനാൽ പോഷകങ്ങൾ നഷ്ടപ്പെടുന്നില്ല. ഭാരത് NPK 15-15-15 FACT NPK 15-15-15 എന്ന അളവിൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നീ 3 പ്രധാന പോഷകങ്ങൾ 15% വീതം തുല്യ അളവിൽ അടങ്ങിയിരിക്കുന്നു. NPK 15-15-15ന്റെ പ്രയോഗം മൂലം വിളകളുടെ വളർച്ച, വേര് വികസനം, മെച്ചപ്പെട്ട വിളവ് എന്നിവ വർദ്ധിപ്പിക്കുന്നു. നൈട്രജൻ വിളകളുടെ വളർച്ചയ്ക്കും ഫോസ്ഫറസ് വേരുകളുടെ വികസനം വർദ്ധിപ്പിക്കുവാനും പൊട്ടാസ്യം രോഗപ്രതിരോധത്തിനും വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. കൂടാതെ 3 പോഷകങ്ങളും മൊത്തത്തിലുള്ള വളർച്ചയ്ക്ക് വിളവ് ഉറപ്പിക്കുന്നതിനും പ്രധാന പങ്ക് വഹിക്കുന്നു. ഈ വളങ്ങൾ ചെറിയ കൃഷിയിടങ്ങളിൽ അല്ലെങ്കിൽ അടുക്കള തോട്ടങ്ങൾക്ക് അനുയോജ്യമാണ്. ഈ വളം ഫാക്ട് സ്ഥാപനത്തിന്റെ ഇരട്ട ആനമുദ്രയിൽ കർഷകർക്ക് വിതരണം ചെയ്യപ്പെടുന്നു. FACTയിൽ നിന്നും ഭാരത് MOP. FACT MOPയിൽ 60% പൊട്ടാഷ് അടങ്ങിയിട്ടുണ്ട്. ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പ്രധാന പോഷകങ്ങളിൽ ഒന്നാണ് പൊട്ടാഷ്. കീടങ്ങൾക്കും രോഗങ്ങൾക്കും എതിരെയുള്ള പ്രതിരോധം വർദ്ധിപ്പിക്കാനും നൈട്രജൻ വളങ്ങളുടെ അമിതമായ ഉപയോഗത്തിൽ നിന്ന് ഉണ്ടാകുന്ന അസന്തുലിതാവസ്ഥ പരിഹരിക്കാനും വരൾച്ചയിൽ നിന്ന്
വിളകളെ സംരക്ഷിക്കാനും പൊട്ടാഷ് സഹായിക്കുന്നു. ധാന്യങ്ങളുടെ വലിപ്പവും വിളവിന്റെ ഗുണനിലവാരവും വർദ്ധിപ്പിക്കാൻ പൊട്ടാസ്യം സഹായിക്കുന്നു. നിലക്കടല, സൂര്യകാന്തി തുടങ്ങിയ എണ്ണക്കുരുക്കളിൽ എണ്ണയുടെ അളവ് വർദ്ധിപ്പിക്കാൻ പൊട്ടാസ്യം സഹായിക്കുന്നു. പൊട്ടാഷ് വളം ഫാക്ട് സ്ഥാപനത്തിന്റെ ഇരട്ടാന മുദ്രയിൽ കർഷകർക്ക് വിതരണം ചെയ്യപ്പെടുന്നു. വാഴ, നെല്ല്, കരിമ്പ്, പച്ചക്കറികൾ തുടങ്ങിയ എല്ലാ വിളകൾക്കും പൊട്ടാസ്യം ഉപയോഗിക്കാവുന്നതാണ്. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. പ്രിയ കർഷക സുഹൃത്തുക്കളെ, ഐക്യരാഷ്ട്രസഭ 2026 അന്താരാഷ്ട്ര വനിതാ കർഷക വർഷമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വനിതകളിലൂടെ കാർഷിക മുന്നേറ്റവും കാർഷികോൽപാദന വർധനവും ലക്ഷ്യമിട്ട് സ്ത്രീ ശാക്തീകരണത്തിലൂടെ സുസ്ഥിര കാർഷിക വികസനം എന്നതാണ് ആത്യന്തികമായ ഉദ്ദേശ്യലക്ഷ്യം. ലോകത്തെവിടെയും കൃഷി പുരുഷ കേന്ദ്രീകൃതമാണ്. ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തിന്റെ കാര്യത്തിൽ പോലും ഈ വ്യത്യാസം പ്രകടമാണ്. കേരളത്തിലും ഭൂമിയുമായി ബന്ധപ്പെട്ട രേഖകളിലടക്കം പുരുഷന്മാരുടെ ജോലി സ്വസ്ഥം കൃഷി എന്നാണ് ചേർത്തിരുന്നത്. എന്നാൽ സ്ത്രീകളുടെ കാര്യം വരുമ്പോൾ സ്വസ്ഥം ഗൃഹഭരണം എന്നുമാണ് രേഖപ്പെടുത്തുക. എന്നാൽ കൃഷിയുടെ എല്ലാ തലങ്ങളിലും പുരുഷന്മാർക്കൊപ്പം തന്നെ സ്ത്രീകളുടെയും പങ്കും പങ്കാളിത്തവും ഉണ്ടായിരുന്നു. ഐക്യരാഷ്ട്രസഭയുടെ വനിതാ കർഷക വർഷ പ്രഖ്യാപനത്തിന് കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഇന്ത്യയിലെ താരതമ്യേന ചെറിയ സംസ്ഥാനമായ കേരളം കാർഷികാഭിവൃദ്ധി ലക്ഷ്യമാക്കി സ്ത്രീകളുടെ സാന്നിധ്യം ഉറപ്പാക്കിക്കൊണ്ടുള്ള ഒട്ടേറെ പദ്ധതികളാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. കേരളത്തിൽ കൃഷിവകുപ്പ് നടപ്പാക്കിയതും ഇപ്പോൾ നടപ്പാക്കുന്നതുമായ വനിതാ പങ്കാളിത്ത പദ്ധതികൾ ഇതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ്. കാർഷികോത്പാദനത്തിൽ പ്രതീക്ഷാനുസൃതമായ മുന്നേറ്റമുണ്ടാക്കുവാൻ കഴിയുന്നില്ലെങ്കിലും കാർഷികാധിഷ്ഠിത സംരംഭങ്ങളിലൂടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിലും വിപണനത്തിലും മറ്റും ശ്രദ്ധേയമായ പുരോഗതി നേടാൻ കേരളത്തിനായിട്ടുണ്ട്. സ്ത്രീ ശാക്തീകരണത്തിന്റെ ലോകോത്തര മാതൃകയായ കുടുംബശ്രീ മിഷൻ കാർഷിക മേഖലയിലും വലിയ ഇടപെടലാണ് നടത്തിയിട്ടുള്ളത്. തരിശിട്ടിരിക്കുന്ന ഭൂമി പാട്ടത്തിനെടുത്ത് കുടുംബശ്രീ കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തുടനീളം പച്ചക്കറികളും കിഴങ്ങുവർഗ്ഗങ്ങളും പുഷ്പകൃഷിയും വാഴകൃഷിയും മറ്റും വിപണനാടിസ്ഥാനത്തിൽ നടക്കുന്നുണ്ട്. കൃഷിയിലെ സ്ത്രീ പങ്കാളിത്തത്തിന്റെ അനുകരണീയമായ സാക്ഷ്യമാണിത്. വിമൺ ഇൻ അഗ്രികൾച്ചർ, ഞങ്ങളും കൃഷിയിലേക്ക്, കൃഷിക്കൂട്ടം, പോഷക സമൃദ്ധി മിഷൻ തുടങ്ങിയിട്ടുള്ള കൃഷി വകുപ്പിന്റെ വിവിധ പദ്ധതികളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വളരെയേറെയാണ്. കൃഷി അനുവർത്തന മുറകളിൽ ഡ്രോൺ ഉപയോഗപ്പെടുത്തുന്നതിൽ പരിശീലനം നേടിയവർ, സ്വന്തം ഡ്രയറിൽ കൊപ്രയുണ്ടാക്കി സ്വന്തമായ ബ്രാൻഡിൽ വെളിച്ചെണ്ണയും ഉരുക്കു വെളിച്ചെണ്ണയും ഉത്പാദിച്ചു വിപണനം നടത്തുന്നവർ, കൂൺ കൃഷി നടത്തി കൂണിനും കൂൺ ഉൽപ്പന്നങ്ങൾക്കും വിപണി കണ്ടെത്തുന്നവർ, തേനീച്ച വളർത്തൽ ജീവനോപാധിയാക്കി തേനും മറ്റു ഉൽപ്പന്നങ്ങളും വിൽപ്പന നടത്തുന്നവർ തുടങ്ങിയ കേരളത്തിൽ കൃഷിയുടെ സമസ്ത മേഖലകളിലും സ്ത്രീകളുടെ കാർഷിക സംരംഭകത്വ വിജയഗാഥകൾ ഒട്ടനവധിയാണ്. മാത്രമല്ല, ഇതിലൂടെ കർഷകോത്പാദനം സാധ്യമാക്കുന്നു എന്ന പ്രത്യക്ഷ നേട്ടത്തിലുപരി സാമൂഹ്യ പുരോഗതിക്കും കുടുംബങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും ഒരുമയുടെ സന്ദേശം സന്നിവേശിപ്പിക്കുന്നതിനും സ്ത്രീകളുടെ നേതൃത്വ പാടവശേഷി ഉയർത്തുന്നതിനുമെല്ലാം കേരളം കൈക്കൊണ്ട സ്ത്രീപക്ഷ സമീപനമാണ് ഇപ്പോൾ ഇത് ഐക്യരാഷ്ട്രസഭയുടെ വനിതാ കർഷക വർഷ പ്രഖ്യാപനത്തിലൂടെ ലോകമാകെ യാഥാർത്ഥ്യമായിരിക്കുന്നത്. കാർഷിക കേരളം ഈ UN പ്രഖ്യാപനത്തെ സകുടുംബ കൃഷിയുടെ പ്രോത്സാഹനത്തിനും വ്യാപനത്തിനുമായി പ്രയോജനപ്പെടുത്തുകയാണ് വേണ്ടത്. വാണിജ്യാടിസ്ഥാനത്തിലുള്ള കൃഷിയേക്കാൾ കേരളീയ സാഹചര്യത്തിൽ കുടുംബ കൃഷിക്കാണ് പ്രാമുഖ്യം നൽകേണ്ടത്. ആളോഹരി ഭൂവിസ്തൃതിയുടെ പരിമിതി അടക്കം നിരവധി കാര്യകാരണങ്ങൾ കുടുംബകൃഷിക്കാണ് കേരളത്തിൽ അനുഗുണം. വീട്ടാവശ്യത്തിനുള്ള കായ്കറികളും മറ്റും കുടുംബാംഗങ്ങളെല്ലാം ചേർന്ന് വീട്ടുവളപ്പിൽ സ്വന്തം അധ്വാനത്തിലൂടെ വിളയിച്ചെടുക്കുന്നതിന് വീട്ടമ്മമാർ മുൻകൈയെടുത്ത് മണ്ണിലേക്ക് ഇറങ്ങിയാൽ വീട്ടിലെ കുട്ടികളടക്കം കുടുംബത്തിൽ എല്ലാവരും തീർച്ചയായും അമ്മമാർക്കൊപ്പം കൂടും. ഏതാണ്ട് 65 ലക്ഷത്തോളം കുടുംബങ്ങൾ കേരളത്തിൽ അധിവസിക്കുന്നു എന്നാണ് കണക്ക്. വീട്ടാവശ്യത്തിനുള്ള വിഷം തീണ്ടാത്ത പച്ചക്കറികളും പഴങ്ങളും വിളയിച്ചെടുക്കുന്ന മണ്ണിൽ തൊട്ട ഒരുമയുടെ നന്മയായി കുടുംബകൃഷി മാറും. നമ്മുടെ ഭക്ഷ്യോത്പാദനത്തിന്റെ ഏകദേശം 70% കുടുംബ കാർഷിക വ്യവസ്ഥയിൽ നിന്നാണെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. കൃഷിക്കൂട്ടം, ഞങ്ങളും കൃഷിയിലേക്ക്, പോഷക സമൃദ്ധി മിഷൻ തുടങ്ങിയ സംസ്ഥാന കൃഷി വകുപ്പിന്റെ പദ്ധതികളെ സ്ത്രീ പങ്കാളിത്ത കുടുംബകൃഷിക്കും സംഘകൃഷിക്കും അനുഗുണമാക്കി നമുക്ക് മാറ്റാവുന്നതാണ്. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. ഫാക്ട് DAP പറ്റി നമുക്ക് പരിചയപ്പെടാം. DAP, ഡൈ അമോണിയം ഫോസ്ഫേറ്റ്. ഇത് പ്രധാനമായും 2 പോഷകങ്ങൾ അടങ്ങിയ വളമാണ്, ഫോസ്ഫറസും നൈട്രജനും. ഇത് ചെടികളുടെ വളർച്ചയ്ക്കും വേരുകൾക്കും ബലം നൽകുന്നതിനും സഹായിക്കുന്നു. മാത്രമല്ല, വിളകളിൽ പ്രോട്ടീൻ ഉൽപാദനത്തെയും ക്ലോറോഫിൽ രൂപീകരണത്തെയും ഇത് സ്വാധീനിക്കുന്നു.
അടുത്തതായി DAP ഉപയോഗിക്കുന്നതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വിളവ് വർധനവ്. മണ്ണിൽ ശരിയായ പോഷകങ്ങളും ധാതുക്കളും ഇല്ലാത്ത പ്രദേശങ്ങൾക്ക് DAP വളങ്ങൾ അത്യാവശ്യമാണ്. പോഷകങ്ങൾ ആഗിരണം ചെയ്യാനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നത് വിളവ് ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന് അറിയപ്പെടുന്നു. മെച്ചപ്പെട്ട സസ്യവളർച്ച. ചെടികളുടെ വളർച്ചയ്ക്കും വികാസത്തിനും ആവശ്യമായ അവശ്യ പോഷകങ്ങൾ നൽകിക്കൊണ്ട് സസ്യവളർച്ച വർദ്ധിപ്പിക്കുന്നു. കൂടുതൽ സാന്ദ്രീകൃത ഡൈഅമോണിയം ഫോസ്ഫേറ്റ് വളം സസ്യങ്ങളുടെ പ്രകാശ സംശ്ലേഷണത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഉയർന്ന പ്രതിപ്രവർത്തന ശേഷിയുള്ള സംയുക്തം. DAP വളരെ പ്രതിപ്രവർത്തനക്ഷമമായ ഒരു സംയുക്തമാണ്. വെള്ളത്തിൽ വേഗം ലയിക്കുന്നു. സസ്യങ്ങളുടെ വേരുകളിലൂടെ ആഗിരണം ചെയ്യാൻ ഇത് എളുപ്പത്തിൽ ലഭ്യമാണ്. മെച്ചപ്പെട്ട വേര് വികസനം. സസ്യവളർച്ചയ്ക്ക് പ്രധാനമായ ശക്തമായ വേരുകളുടെ വികാസത്തിന് ഫോസ്ഫേറ്റ് അയോൺ അടങ്ങിയ ഫോസ്ഫറസ് അത്യാവശ്യമാണ്. കൂടാതെ ഈ ശക്തമായ വേരുകൾ വളർച്ചയും മറ്റു പരുക്കൻ ജലസാഹചര്യങ്ങളെയും നേരിടാൻ ചെടിയെ സഹായിക്കുന്നു. വരൾച്ചയും മറ്റു പരുക്കൻ ജലസാഹചര്യങ്ങളെയും നേരിടാൻ ഒരു ചെടിയെ സഹായിക്കുന്നു. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. ഫാക്ട് സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റ് സസ്യ വളർച്ചയ്ക്ക് ആവശ്യമായ ഫോസ്ഫറസ്, കാൽഷ്യം, സൾഫർ തുടങ്ങിയ പോഷകങ്ങൾ നൽകുന്നത് ഉൾപ്പെടെ നിരവധി ഗുണങ്ങൾ സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റ് വാഗ്ദാനം ചെയ്യുന്നു. അസിഡിറ്റി കുറയ്ക്കുകയും ഘടന മെച്ചപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് മണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു. ചെലവ് കുറഞ്ഞതും എളുപ്പത്തിൽ ലഭ്യമായതുമായ വളസ്രോതസ്സാണിത്. കീടങ്ങൾക്കും രോഗങ്ങൾക്കും എതിരായ വിളകളുടെ ഗുണനിലവാരം, വിളവ് പ്രതിരോധം എന്നിവ വർദ്ധിപ്പിക്കുന്നു. എണ്ണക്കുരുക്കൾ, പയർവർഗ്ഗങ്ങൾ, കരിമ്പ് എന്നിവയ്ക്ക് ഇത് പ്രത്യേകിച്ചും ഗുണം ചെയ്യും. കാരണം ഇത് എണ്ണയുടെയും പ്രോട്ടീന്റെയും അളവ് വർദ്ധിപ്പിക്കുന്നു. ആരോഗ്യകരമായ വളർച്ചയ്ക്ക് ആവശ്യമായ ഫോസ്ഫറസ്, കാൽഷ്യം, സൾഫർ എന്നിവ സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റിൽ നിന്ന് ലഭിക്കുന്നു. ഇവ വേരുകളുടെ വികസനത്തിനും വേരുകളുടെ സംവിധാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വെള്ളത്തിന്റെയും പോഷകങ്ങളുടെയും ആഗിരണം മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കുന്നു. ഫാക്ട് സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റിൽ 16% ഫോസ്ഫറസ്, ഫാക്ട് സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റിൽ 16% ഫോസ്ഫേറ്റ് അടങ്ങിയിരിക്കുന്നു. ഇത് വേരുകളുടെ വളർച്ചയ്ക്കും സൂക്ഷ്മജീവികളുടെ പ്രവർത്തനത്തിനും കൂടുതൽ അനുയോജ്യമാകുന്നു. ഇവ മണ്ണിന്റെ ഘടനയെ മെച്ചപ്പെടുത്തുകയും അവ നിലനിർത്താനും വായു സഞ്ചാരവും ജലം നിലനിർത്തലും മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. സൾഫറിന് സസ്യങ്ങളുടെ മറ്റു പോഷകങ്ങളുടെ പ്രത്യേകിച്ച് നൈട്രജന്റെ ഉപയോഗം മെച്ചപ്പെടുത്താൻ കഴിയും. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. ഫാക്ട് ട്രിപ്പിൾ സൂപ്പർ ഫോസ്ഫേറ്റ് ഉയർന്ന ഫോസ്ഫറസ് സാന്ദ്രത, വേഗത്തിൽ സസ്യങ്ങൾ ആഗിരണം ചെയ്യുന്നതിനുള്ള വെള്ളത്തിൽ ലയിക്കുന്നതിന്റെ വേഗത, കാൽഷ്യത്തിന്റെ ഉറവിടം തുടങ്ങിയ ഗുണങ്ങൾ ഉള്ളതിനാൽ ഇവ മറ്റു വളങ്ങളെക്കാൾ വ്യത്യസ്തമായി നിൽക്കുന്നു. ഇത് ശക്തമായ വേരുകളുടെ വികസനം പ്രോത്സാഹിപ്പിക്കുകയും വിളയുടെ വിളവ് വർദ്ധിപ്പിക്കുകയും വരൾച്ചയ്ക്കും തണുപ്പിനും സസ്യപ്രതിരോധം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ട്രിപ്പിൾ സൂപ്പർ ഫോസ്ഫേറ്റ് വൈവിധ്യമാർന്നതും മറ്റു വളങ്ങളുമായി കലർത്താൻ കഴിയുന്നതുമാണ്. ഇത് വിവിധ വിളകൾക്കും മണ്ണിനും അനുയോജ്യമാവുന്നു. ട്രിപ്പിൾ സൂപ്പർ ഫോസ്ഫേറ്റിൽ 46% ഫോസ്ഫറസ് അടങ്ങിയിരിക്കുന്നതാണ്. ഇത് മണ്ണിലേക്ക് ഈ സുപ്രധാന പോഷകം എത്തിക്കുന്നതിനുള്ള കാര്യക്ഷമമായ മാർഗമായി മാറുന്നു. TSPയിൽ 90%-ൽ കൂടുതൽ ഫോസ്ഫറസ് വെള്ളത്തിൽ ലയിക്കുന്നതാണ്. അതായത് ഇത് വേഗത്തിൽ ലയിക്കുകയും സസ്യങ്ങളുടെ ആഗിരണം എളുപ്പമാക്കുകയും ചെയ്യുന്നു. വേരുകളുടെ വളർച്ച വർദ്ധിപ്പിക്കുന്നു. ശക്തവും ഊർജ്ജസ്വലവുമായ ഒരു വേര് സിസ്റ്റം വികസിപ്പിക്കുന്നതിന് ഇത് നിർണായകമാണ്. ഇത് ഒരു ചെടിയുടെ വെള്ളവും പോഷകങ്ങളും ആഗിരണം ചെയ്യാനുള്ള കഴിവിന് അത്യാവശ്യമാണ്. വിളവ് മെച്ചപ്പെടുത്തുന്നു. ട്രിപ്പിൾ സൂപ്പർ ഫോസ്ഫേറ്റിൽ നിന്നുള്ള മതിയായ ഫോസ്ഫറസ് മികച്ച പൂവിടൽ, കായ്ക്കൽ, ധാന്യ രൂപീകരണം എന്നിവയിലേക്ക് നയിക്കുന്നു. ഇവ സസ്യപ്രതിരോധത്തെയും വർദ്ധിപ്പിക്കുന്നു. വരൾച്ച, മരവിപ്പിക്കുന്ന താപനില തുടങ്ങിയ സമ്മർദ്ദങ്ങളെ കൂടുതൽ പ്രതിരോധിക്കാൻ TSP സസ്യങ്ങളെ സഹായിക്കും. ഫോസ്ഫറസിന് പുറമെ ട്രിപ്പിൾ സൂപ്പർ ഫോസ്ഫേറ്റിൽ കാൽഷ്യവും അടങ്ങിയിരിക്കുന്നു. ഇത് സസ്യങ്ങൾക്ക് ഒരു അധിക ഗുണം നൽകുന്ന പോഷകമാണ്. ട്രിപ്പിൾ സൂപ്പർ ഫോസ്ഫേറ്റ് ധാന്യങ്ങൾക്ക്, പഴങ്ങൾക്കും പച്ചക്കറികൾക്കും എന്നിവയുൾപ്പെടെ വിവിധ വിളകൾക്ക് അനുയോജ്യമാണ്. ഇവ എളുപ്പത്തിൽ ഉപയോഗിക്കുകയും ചെയ്യാം. ഇവ ന്യൂട്രൽ, അസിഡിറ്റി എന്നിവയുള്ള മണ്ണിനും ഫലപ്രദമായി ഉപയോഗിക്കും. ഈ
പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് FACT ഉദ്യോഗമണ്ഡൽ എറണാകുളം. ഇതോടെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. FACT കാർഷിക